അൻവറിന്റെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കമാണ്. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടെ അദ്ദേഹത്തിന് ഇനി ഇടതു മുന്നണിയിൽ സ്ഥാനമില്ലെന്ന് വ്യക്തമായി. ഒപ്പം സാങ്കേതികമായ അദ്ദേഹത്തിന് ഇടത് MLA ആയി തുടരാമെങ്കിൽ കൂടിയും രാഷ്ട്രീയ പിന്തുണ അത് മുന്നണിയിൽ നിന്നുണ്ടാവില്ല. പക്ഷേ ഇടതു മുന്നണിയിലെ CPM-ലെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരടക്കം അൻവറിന് പിന്തുണ നൽകുന്നു എന്ന സൂചനകളുമുണ്ട്. ഇതിനിടയിൽ അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് ഏറെ പ്രസക്തി ഉള്ളപ്പോൾ തന്നെ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലമ്പൂരിലെ പ്രാദേശിക ലീഗ് നേതൃത്വം രംഗത്ത് വന്നു. അതേസമയം അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ചത് താൻ അറിഞ്ഞിട്ടില്ലെന്ന് ലീഗിന്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. കേൾക്കാം. ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവമുള്ള അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ UDF ആ കാര്യം ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭം നടത്തും, ക്യാമ്പയിൻ ചെയ്യും. ക്യാമ്പയിൻ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതികൂലമായി അവരെ ബാധിക്കും. ജനങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ ഒരു നിലപാടുണ്ട്, അവരെ വിശ്വസിക്കാൻ പോകില്ല. തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. ജനങ്ങൾ വിധി എഴുതും ഈ കാര്യത്തിൽ. ചെറിയ ആരോപണങ്ങളല്ല വന്നിരിക്കുന്നത്, ചെറിയ പോലീസിന്റെ ഒരു വീഴ്ച അങ്ങനെയല്ല വന്നിരിക്കുന്നത്. പറഞ്ഞ ആരോപണം പറഞ്ഞത് ആരായാലും ശരി, കസ്റ്റംസിന്റെ പുറത്തേക്ക് കൂട്ടുന്ന സ്വർണം പുറത്തുനിന്ന് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു ഒരു കേസിനെ പറ്റിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അനവധി കേസുകളാണ് ഇവിടെ നാട്ടുകാർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നടന്ന പോലീസ് ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ദുരൂഹമാണ്. ഇരുട്ടിന്റെ മറവിലായിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ അത് പറഞ്ഞതാണ്, പ്രക്ഷോഭം നടത്തിയതാണ്. അത് പുറത്ത് വരുന്നേ വേണം. അതിൻ്റെ ഇടയിലാണ് ഒരാളെ തല്ലിക്കൊന്ന സംഭവം ഉണ്ടായത്. അപ്പൊ ആരെ വേണമെങ്കിലും പിടിച്ച് മയക്കുമരുന്നിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ല, മർദ്ദിക്കുക, ആരെ വേണമെങ്കിലും പിടിച്ച് കൊണ്ടുപോകും. ഇത് പോലീസ് വിചാരിച്ചാൽ കഴിയല്ലോ. ഇതാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ നടന്നിരുന്നത് ഈ രാജ്യത്ത്. അതേമാതിരിയുള്ള കുറെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്നാണ് ആരോപണം. അത് ചെറിയ കാര്യമാണോ? പോലീസിന്റെ പുറത്ത് ഏജൻസി അന്വേഷിക്കലാണ് നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കണം, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ആണെങ്കിൽ അത് വേണം. അത് ഞങ്ങൾ കൂടിയാലോചിച്ച് പറയാം. ഏതായാലും ഇതിനൊക്കെ സംബന്ധിച്ച് വളരെ ഐവാഷിംഗ് ആയിട്ട് ആരോപണ വിധേയർ തന്നെ അന്വേഷിച്ചാൽ പോരാ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കേസുകളാണ്. അതുകൊണ്ട് ജനങ്ങൾ അവരുടെ സംശയം ദൂരീകരിക്കത്തക്ക രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ അത് വെച്ച് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി അതാണ് പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ അദ്ദേഹത്തെ ലീഗിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലുള്ള വ്യക്തതയുള്ള വാക്കുകൾ ആ ബൈറ്റ് നമുക്ക് അല്പം കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കാം.